സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാറിന് പുനർനിയമനം നൽകും. ഇന്ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിലാണ് തീരുമാനം. ഹാജരായ 22 അംഗങ്ങളിൽ 2 BJP അംഗങ്ങൾ മാത്രമാണ് എതിർപ്പ് ഉയർത്തിയത്. തിരുവനന്തപുരത്ത് നിന്നും ഹാൻസ് ജോൺ ആണ് ചേരുന്നത്. ഹാൻസ്, വിശദാംശം നൽകാം. സ്വാതി, അല്പസമയം മുമ്പാണ് കേരള സർവകലാശാലയുടെ നിർണായക സിൻഡിക്കേറ്റ് യോഗം സർവകലാശാല ആസ്ഥാനത്ത് ആരംഭിച്ചത്. ഇതിൻ്റെ മുഖ്യ അജണ്ട ഇന്ന് കാലാവധി അവസാനിക്കുന്ന രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിൻ്റെ നിയമനം തന്നെയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് യോഗം ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഡോക്ടർ KS അനിൽകുമാറിന് പുനർനിയമനം നൽകാനാണ് ഇതിൽ പ്രധാനമായും തീരുമാനം എടുത്തിരുന്നത്. ഈ സിൻഡിക്കേറ്റ് യോഗം തുടങ്ങുന്നതിന് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഘർഷ സാധ്യത നമ്മൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇത് പ്രധാനമായും ഇദ്ദേഹം തുടർച്ചയായി KS അനിൽകുമാർ തുടർച്ചയായി 4ാം വർഷത്തിലാണ് ഇപ്പോൾ അധികാരത്തിലുള്ളത്. ഇദ്ദേഹത്തിന് വീണ്ടും നിയമനം നൽകുന്നതിൽ VC ആയിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന് എതിർപ്പുണ്ടായിരുന്നു. ഈ എതിർപ്പ് ശക്തമായ രീതിയിൽ തന്നെ സിൻഡിക്കേറ്റ് യോഗത്തിൽ അദ്ദേഹം ഉയർത്തുമെന്നായിരുന്നു കരുതിയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് നിലവിൽ ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള 22 അംഗ സിൻഡിക്കേറ്റ് യോഗത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ഡോക്ടർ KS അനിൽകുമാറിന് പുനർനിയമനം നൽകിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് മൊത്തം 22 അംഗങ്ങളായിരുന്നു ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നത്. അതിൽ 2 BJP അംഗങ്ങൾ മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ പുനർനിയമനത്തിനെതിരെ എതിർപ്പ് ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ എന്തായാലും മറ്റ് അംഗങ്ങളുടെ അനുവാദത്തെ തുടർന്ന് ഇപ്പോൾ അദ്ദേഹത്തിന് KS അനിൽകുമാറിനും അടുത്ത 4 വർഷത്തേക്ക് കൂടി നിയമനം നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. എന്തായാലും യോഗത്തിലെ മുഖ്യ അജണ്ടയിൽ തീരുമാനമായതിനെ തുടർന്ന് മറ്റ് കാര്യങ്ങളിലേക്ക് യോഗം കടന്നിട്ടുണ്ട്. സ്വാതി. ശരി ഹാൻസ്.